ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ. ടീമിൻ്റെ ഒരു ട്രാൻസിഷൻ ഫേസിൽ ടൂറിനായിട്ട് ഇംഗ്ലണ്ടിൽ എത്തുമ്പോൾ ഇന്ത്യൻ ടീമിന് ലഭിക്കാവുന്നതിൽ ഏറ്റവും മികച്ച തുടക്കം അതാണ് ഇന്നലെ ലീഡ്സിൽ ഇന്ത്യക്ക് ലഭിച്ചത്. ആദ്യ ദിനം കളി നിർത്തുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 359 എന്ന ശക്തമായ നിലയിലാണ് ഇന്ത്യ. മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. നമ്മൾ ഈ മത്സരത്തിന്റെ പ്രിവ്യൂ വീഡിയോ ചെയ്തപ്പോൾ ലീഡ്സിൽ ഹിസ്റ്റോറിക്കലായിട്ട് എങ്ങനെയാണ് ഒരു മത്സരം പുരോഗമിക്കുന്നത് എന്ന കാര്യം പറഞ്ഞിരുന്നു. ആദ്യ 2 ഇന്നിംഗ്സുകളിൽ ബാറ്റിംഗ് അല്പം ബുദ്ധിമുട്ടായിരിക്കും, എന്നാൽ മത്സരം പുരോഗമിക്കും തോറും ബാറ്റിംഗ് കുറച്ചുകൂടി ഈസിയായി മാറുന്നതാണ് ലീഡ്സിലെ ഒരു ചരിത്രം. അത് പ്രതീക്ഷിച്ചു തന്നെയാണ് ബെൻ സ്റ്റോക്സ് ബോളിംഗ് തിരഞ്ഞെടുത്തത്. എന്നാൽ ഇന്നലത്തെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഓവർഹെഡ് കണ്ടീഷൻസ് അല്ല, നല്ല സണ്ണി ആയിട്ടുള്ളൊരു വെതർ ആയിരുന്നു. അതോടുകൂടി ബാറ്റിംഗ് താരതമ്യേന എളുപ്പമാവുകയും ചെയ്തു. പിന്നീട് ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ പ്രിവ്യൂ വീഡിയോയിൽ വേറൊരു കാര്യം കൂടി സൂചിപ്പിച്ചായിരുന്നു. ഇന്ത്യക്ക് മത്സരത്തിൽ മേൽക്കൈ നേടണമെങ്കിൽ ബാറ്റിങ്ങിൽ ആ ഒരു ആധിപത്യം പുലർത്തണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ടൂറുകളിലൊക്കെ ഇന്ത്യയെ വലച്ചുകൊണ്ടിരുന്ന ആൻഡേഴ്സണും ബ്രോഡും ടീമിലില്ല. അപ്പോൾ അവരുടെ ബോളിംഗ് നിര എന്ന് പറയുന്നത് ക്രിസ് വോക്സിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ താരതമ്യേന പുതിയ അത്രയും പരിചയമില്ലാത്തൊരു ബോളിംഗ് നിരയാണ്. ഇപ്പോൾ ബ്രൈഡൻ ഗാർഡ്സ് ആയാലും ടങ്ക് ആയാലും അവർ രണ്ടുപേരും കൂടി 8 മത്സരങ്ങൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ഷോയബ് ബാഷർ 16 മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ഹൈ റെസ്പോൺസിബിലിറ്റി സ്റ്റോക്സിൽ വരികയും ചെയ്യും. അപ്പോൾ ആ ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് ആയ ബൗളിംഗ് ലൈനപ്പിനെതിരെ ആ ഒരു ഡോമിനൻസ് പുലർത്താനായാലും ഇന്ത്യക്ക് തീർച്ചയായിട്ടും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഒരു അവസരം കൃത്യമായിട്ട് ഇന്ത്യൻ ബാറ്റേഴ്സ് മുതലെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ ആ ഒരു ഫസ്റ്റ് സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഫുൾ ബോളുകൾ സ്വിങ് ചെയ്യും, അതിൽ ബാറ്റ് വെച്ച് കഴിഞ്ഞാൽ സ്ലിപ്പിൽ ക്യാച്ച് പോലുള്ള സാധ്യത പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ കൂടുതലാണ്. അപ്പം അതനുസരിച്ച് തന്നെയാണ് ഇംഗ്ലണ്ട് ബോളേഴ്സ് ബോൾ ചെയ്തതെങ്കിലും ഇന്ത്യൻ ബാറ്റേഴ്സ് ഇപ്പോൾ ജയ്സ്വാൾ ആയാലും രാഹുൽ ആയാലും വളരെ മികച്ച രീതിയിലാണ് ആ ഒരു ഫസ്റ്റ് സെഷൻ കളിച്ചത്. അതിൽ തന്നെ രാഹുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ചെറിയ ചാൻസ് പോലും കൊടുത്തില്ല. ഇപ്പം ജയ്സ്വാളിന്റെ ഇന്നിങ്സ് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് പ്ലേസ് ആൻഡ് മിസ്സസ് ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും രാഹുൽ ഒരു ചാൻസ്ലെസ്, അതായത് എതിർ ടീമിനും ഒരവസരം തൻ്റെ വിക്കറ്റ് എടുക്കാൻ വേണ്ടി ഒരു അവസരം പോലും കൊടുക്കാത്തൊരു രീതിയിലാണ് കളിച്ചത്. ഫുട് വർക്ക് ഒക്കെ എക്സലന്റ് ആയിരുന്നു, വളരെ മികച്ച രീതിയിൽ തന്നെ കളിച്ചു. ആ ഒരു വിക്കറ്റ്, അപ്പോൾ അത്രയും നേരം ആ ഒരു പ്യുവർ കോൺസെൻട്രേഷൻ വന്നു കഴിഞ്ഞിട്ട് അവസാന നിമിഷം ലഞ്ചിന് തൊട്ട് മുൻപ് ഒരു വൈറ്റ് ബോൾ ചേസ് ചെയ്ത് പുറത്താവുകയാണ് രാഹുൽ ചെയ്തത്. എങ്കിലും ഈ ഒരു മത്സരം ഇന്ത്യയുടെ പക്കലേക്ക് ആ ഒരു ഫസ്റ്റ് സെഷൻ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഡേ ഇന്ത്യയുടെ പക്കലേക്ക് വരുന്നതിൽ പ്രധാനമായിട്ടൊരു പങ്ക് രാഹുൽ വഹിച്ചിട്ടുണ്ട്. ഇനി ജയ്സ്വാളിന്റെ കാര്യം അറിയാലോ. ജയ്സ്വാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിന് മുൻപ് നടന്ന ഇംഗ്ലണ്ട് സീരീസിൽ മികച്ച രീതിയിൽ തന്നെ കളിച്ചത് ജയ്സ്വാളാണ്. അതുപോലെ തന്നെ ഓസീസിൽ വരുമ്പോൾ, ഓസ്ട്രേലിയയിൽ വരുമ്പോൾ അവിടെയും ജയ്സ്വാൾ തിളങ്ങി. ഇപ്പോൾ ഓസ്ട്രേലിയയിലായാലും സൗത്ത് ആഫ്രിക്കയിലായാലും ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസിലായാലും ഇപ്പോൾ ഇംഗ്ലണ്ടിലായാലും ഒരു ടെസ്റ്റ് സെഞ്ചുറി ജയ്സ്വാളിന്റെ കയ്യിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിൽ പുലർത്തിയിരുന്ന ഫോം നമ്മുടെ ജയ്സ്വാൾ തുടരുകയാണ് ചെയ്തത്. പിന്നീട് 1 ഡൗൺ ആയിട്ട് ഇപ്പം നമ്മുടെ ടീമിൽ പുതിയ ചേഞ്ചസ്, നമ്പർ 3 സായി സുദർശനും നമ്പർ 6 കരുൺ നായരുമാണ് വന്നത്. അതിൽ ഇന്നലെ നമ്പർ 3 സായി സുദർശന് തിളങ്ങാനായില്ല. റൺസ് ഒന്നും എടുക്കാനാവാതെ സായി സുദർശൻ മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന്റെ പെർഫെക്റ്റ് പ്ലാനിങ് ആണ് ബെൻ സ്റ്റോക്സിന്റെ. കൃത്യമായിട്ട് ഒരു ലെഗ് സൈഡ് ട്രാപ്പ് ഇട്ടിട്ട്, നമുക്കറിയാം ആ ഒരു സുദർശൻ ബാറ്റിങ്ങിന് വന്നു കഴിഞ്ഞപ്പോൾ പ്രോപ്പറായിട്ട് ആ ഒരു ലെഗ് സ്ലിപ്പിലൊക്കെ ഫീൽഡറെ നിർത്തിയാണ് ആ ഒരു ലൈൻ നമ്മുടെ ബെൻ സ്റ്റോക്സ് എറിഞ്ഞത്. അതിന് കൃത്യമായിട്ട് ഫലം കാണുകയും ചെയ്തു. നമ്മുടെ സുദർശൻ റൺസ് ഒന്നും എടുക്കാനാവാതെ പുറത്തായി. അങ്ങനെ വന്നപ്പോഴേക്കും ഇപ്പോൾ വളരെ മികച്ച രീതിയിൽ തുടങ്ങിയ ഒരു ഫസ്റ്റ് സെഷൻ ഒരു ബാലൻസിലാണ് നിന്നത്. അതായത് ആ ഒരു വിക്കറ്റുകൾ വീണില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ സെഷൻ ആവുമായിരുന്നു. എന്നാൽ അതൊരു ഷെയർഡ് സെഷൻ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഒരു 60-40, 60 ഇന്ത്യ 40 നമ്മുടെ ഇംഗ്ലണ്ട് എന്ന രീതിയിലാണ് ആ സെഷൻ മാറിയത്. അതിൽ തന്നെ ലീഡ്സിൽ ആദ്യത്തെ 10 ഓവറിൽ വിക്കറ്റ് വീഴുന്നില്ല എന്ന് പറയുന്നത് തന്നെ ഒരു ചരിത്രമാണ്. അതായത് അങ്ങനെ സംഭവിക്കാറുള്ളതല്ല. ലീഡ്സിൽ ഫസ്റ്റ് ഇന്നിംഗ്സിൽ തീർച്ചയായിട്ടും ആദ്യ 10 ഓവറുകളിൽ വിക്കറ്റ് വീഴുന്നതാണ്. എന്നാൽ ഈ മത്സരത്തിൽ അത് സംഭവിച്ചില്ല. ഇനി സെക്കൻഡ് സെഷനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ശുഭ്മാൻ ഗിൽ 4ാം നമ്പറിൽ എത്തുന്നു. അത് സച്ചിൻ ടെണ്ടുൽക്കർ ഹോൾഡ് ചെയ്ത പൊസിഷനാണ്. അത് കഴിഞ്ഞ് വിരാട് കോഹ്ലിയിലേക്ക് ട്രാൻസിഷൻ ചെയ്തു. ഇനി അത് കഴിഞ്ഞ് ഗില്ലിലേക്ക് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷൻ ഉണ്ടാവുമോ എന്നുള്ള ചോദ്യത്തിന് അങ്ങനെ ചിന്തിച്ചിരുന്നവരുടെ എല്ലാം സംശയങ്ങൾ അസ്ഥാനത്താക്കിയുള്ള ഒരു പ്രകടനമാണ് ഗില്ല് നടത്തിയത്. ഗില്ലിന്റെ ജയ്സ്വാളിനേക്കാൾ ഒരു പടി കൂടി കടന്നൊരു ഫ്ലോലെസ് ഇന്നിംഗ്സ് ആയിരുന്നു ഗില്ലിൻ്റേത്. എന്നാൽ ഗില്ലിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗില്ല് തുടക്കത്തിൽ കുറച്ച് ഇതായിരുന്നു. അത് ബാറ്റിങ്ങിന്റെ കാര്യത്തിൽ അല്ല, റണ്ണിങ്ങിന്റെ കാര്യത്തിൽ. കാരണം റൺസ് ഒന്നും എടുക്കാനാവാതെ ഗില്ല് പുറത്തായനെ. ആ ഒലീപോപ്പ് എറിഞ്ഞ ത്രോ കൃത്യമായിട്ട് ആ സ്റ്റമ്പിൽ കൊണ്ടിരുന്നെങ്കിൽ ഇന്നലത്തെ ഒരു ഗില്ലിന്റെ ഒരു ഗതി തന്നെ മറ്റൊന്നായനെ. അതായത് കാരണം സെഞ്ചുറി അടിച്ച പ്ലെയർ, ഇപ്പോഴും അൺബീറ്റൺ ആയിട്ട് നിൽക്കുന്ന പ്ലെയർ റൺസ് ഒന്നും എടുക്കാനാവാതെ പുറത്തു പോകേണ്ടി വന്നേനെ. അങ്ങനെ തുടക്കത്തിൽ ഇത്തിരി ഒരു ജെമ്പിനസ് എന്നൊക്കെ പറയാവുന്ന പോലെ കാണിച്ചെങ്കിലും പിന്നീട് ബാറ്റിങ്ങിന്റെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. അതായത് അങ്ങനെ ഒരു അവസരം പോലും അങ്ങനെ കാര്യമായിട്ട് കൊടുക്കാതെയാണ് ഗില്ല് കളിച്ചത്. ആ ഒരു റണ്ണിങ്ങിൽ മാത്രമാണ് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ ജയ്സ്വാളിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് സെഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ആംസിൽ കുറച്ച് ക്രാംസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും വളരെ നന്നായിട്ട് തന്നെ, പ്രത്യേകിച്ച് ഓഫ് സൈഡ് ഡോമിനന്റ് ആയിട്ടുള്ള പ്ലേ ആണ്. ഇപ്പം നമ്മുടെ ജയ്സ്വാൾ അടിച്ച ബൗണ്ടറീസ് എടുത്താലും അതുപോലെ തന്നെ 4 എടുത്തു കഴിഞ്ഞാലും ഓഫ് സൈഡ് ഡോമിനന്റ് ആയിട്ടുള്ള പ്ലേ ആണ് നമ്മുടെ
ജയ്സ്വാൾ കളിച്ചത്. ജയ്സ്വാൾ പിന്നെ സെഞ്ചുറിയിൽ എത്തുകയും ചെയ്തു. വളരെ എക്സലന്റ് ആയിട്ടുള്ള സെഞ്ചുറിയാണ്. ഇപ്പോൾ നമ്മൾ പറയാം ഒരു റൈസിംഗ് സ്റ്റാർ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പ്ലെയറാണ് ജയ്സ്വാൾ. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതായത് പുറത്ത് ഔട്ട്സൈഡ് നേഷൻസിൽ സേന കൺട്രീസിലൊക്കെ പുള്ളിക്ക് ഇനി ന്യൂസിലൻഡിലൂടെയുള്ള ഒരു സെഞ്ചുറി അടിക്കാനുള്ളത്. ബാക്കി എല്ലായിടത്തും ആ ഒരു സെഞ്ചുറി അടിച്ചു കഴിഞ്ഞു. പിന്നീട് ഗില്ലും ഒരു ഫ്ലോലെസ് ആയിട്ട് തന്നെ കളിച്ച് സെഞ്ചുറി പൂർത്തിയാക്കുകയും ചെയ്തു. പിന്നീട് നമ്മുടെ ജയ്സ്വാളിന്റെ വിക്കറ്റ് പോയത് സ്റ്റോക്സിന്റെ ഒരു എക്സലന്റ് ആ ഒരു സ്റ്റോക്സിൻ്റെതായ ഒരു വൈഡ് ആംഗിളിൽ നിന്നിട്ട് ആ ഒരു സ്വിങ് ചെയ്യിക്കുന്ന ആ ഒരു പന്ത്, അത് സ്റ്റോക്സിന്റെ ഒരു മാസ്റ്റർ പീസ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. അതും അത്രയും ടച്ചിലായ ഒരു പ്ലെയറിനെ അങ്ങനെ ആ ഒരു ബൗൾഡ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു മികച്ചൊരു പന്താണ്. അപ്പം സ്റ്റോക്സ് ആണ് ഇന്നലെ ഇംഗ്ലണ്ടിന്റെ പിക്ക് ഓഫ് ദ ബോളേഴ്സും. സ്റ്റോക്സിന്റെ മികച്ചൊരു പന്തിൽ ജയ്സ്വാൾ പുറത്തായി. അതിനുശേഷം പന്ത് വന്നു കഴിഞ്ഞപ്പോൾ പന്തിന് അതൊന്നും ഒരു പ്രശ്നമല്ല. പന്ത് നേരിട്ട് രണ്ടാം പന്തിൽ തന്നെ ചാർജ് ചെയ്തിട്ട് സ്റ്റോക്സിന്റെ തലയ്ക്ക് മേൽ കൂടെ ബൗണ്ടറി അടിച്ചാണ് തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് വന്നപ്പോഴേക്കും ഇപ്പോൾ ഷോയബ് ബാഷിർ നമ്മൾ പറഞ്ഞു, അപ്പോൾ സ്പിന്നിൽ കാര്യമായിട്ട് പിന്നെ ഒരു തേർഡ് സെഷൻ വന്നപ്പോഴേക്കും കുറച്ച് ഓവേഴ്സ് ഇക്കോണമിക്കലായിട്ട് ഷോയബ് ബാഷിർ എറിഞ്ഞു മാറാൻ കഴിഞ്ഞു. പക്ഷെ അവിടെയും ത്രെറ്റനിങ് ആയിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ റൺസ് കണ്ടെത്താൻ പാടോ അല്ലെങ്കിൽ ബാറ്റേഴ്സിനെ നിരന്തരം ത്രെറ്റൻ ചെയ്യുന്ന രീതിയിലൊന്നും അല്ല പോയത്. പക്ഷെ കുറച്ച് ഇക്കോണമിക്കലായിരുന്നു. എന്നാൽ പിന്നീട് വീണ്ടും അവസാനം വന്നപ്പോഴേക്കും വീണ്ടും റൺസ് അടിക്കാൻ തുടങ്ങി. നമ്മുടെ ഗില്ല് സെഞ്ചുറി തികച്ചു. അതുപോലെ തന്നെ ഋഷഭ് പന്തിൻ്റെതായ രീതിയിൽ 50 തികച്ചു. അങ്ങനെ വന്നപ്പോഴേക്കും ഇന്ത്യ ആദ്യ ദിനം കളി നിർത്തുമ്പോൾ 359 റൺസാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഒരു 600+ ടോട്ടൽ എടുക്കാനായിരിക്കും ഇന്ത്യ ശ്രമിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡ്സ് ഹെഡിങ്ങിലെ ഒരു ചരിത്രം വെച്ചിട്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ബാറ്റിംഗ് കുറച്ചുകൂടി ഈസി ആയേക്കാം. പ്രത്യേകിച്ച് ഓവർഹെഡ് കണ്ടീഷൻ കൂടി ഇല്ലെങ്കിൽ പിച്ച് വളരെ ഫ്ലാറ്റ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു 20 വിക്കറ്റ് വീതം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദുഷ്കരമായിരിക്കും. നമുക്ക് ബുംറയുണ്ട്, ബുംറയുടെ ഒരു മാജിക് ഒക്കെ ഉണ്ട് എങ്കിൽ പോലും 20 വിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമാവില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇന്നിംഗ്സിൽ മാക്സിമം സ്കോർ ചെയ്തിട്ട് പിന്നീട് ആ ഒരു 20 വിക്കറ്റ്സ് എടുക്കാനുള്ളൊരു ശ്രമമായിരിക്കും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. തീർച്ചയായിട്ടും ഇപ്പോൾ ഗില്ലും പന്തുമാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് കരുൺ നായർ വരാനുണ്ട്, അതുപോലെ തന്നെ ജഡേജയുണ്ട്. പിന്നെ 8ാമത് ഇറങ്ങുന്ന ഷർദുൽ താക്കൂറിനും അത്യാവശ്യം ബാറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു 600 ആയിരിക്കും ഇന്ത്യ നോട്ട് ഇടുക. അതും നല്ലൊരു പേസിലൂടെ, ഇന്നിങ്സ് നല്ലൊരു പേസിലൂടെ ആയിരിക്കും നോട്ട് ഇടുക. കാരണം നല്ലൊരു ബാറ്റിംഗ് ട്രാക്കാണ്. എന്തായാലും ആദ്യത്തെ ദിനം തകർത്തടിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് ഒരു ടൂറാണ്. അപ്പോൾ ആ ഒരു ടെമ്പോ സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യ വിജയിച്ചു. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു തലമുറ മാറ്റമാണ്. ഗില്ലിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ ടെസ്റ്റാണ്. അപ്പോൾ തൻ്റെ ക്യാപ്റ്റൻസി ഡെബ്യൂ തന്നെ, ഇപ്പോൾ വിരാട് കോഹ്ലിയെ പോലെയൊക്കെ തൻ്റെ ക്യാപ്റ്റൻസി ഡെബ്യൂവിൽ തന്നെ സെഞ്ചുറി അടിക്കാൻ, അതും വിദേശ മണ്ണിൽ സെഞ്ചുറി അടിക്കാൻ ഗില്ലിന് കഴിഞ്ഞു. അപ്പോൾ ഈ ഫോം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും നല്ലൊരു സെക്കൻഡ് ഡേ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇനി രണ്ടാമത്തെ ദിവസം എങ്ങനെയാണ് സംഭവിക്കുക? കാരണം ഇംഗ്ലണ്ട് കണ്ടീഷൻസ് ആണ്. ചിലപ്പോൾ ഓവർഹെഡ് കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടെ ബോളേഴ്സിനെ ഹെൽപ്ഫുൾ ആയേക്കാം. എന്തായാലും നമ്മൾ ഇംഗ്ലണ്ട് വെതറിനെ നമുക്ക് ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ എന്തായാലും ഇതെല്ലാം കാത്തിരുന്ന് കാണാം. അപ്പോൾ എന്തായാലും ഇത്രേ പറയാനുള്ളൂ. നമ്മൾ ആ ഒരു ഇംഗ്ലണ്ട് ബോളേഴ്സിന്റെ ഇൻഎക്സ്പീരിയൻസിനെ കൃത്യമായി മുതലെടുത്ത ഇന്നിങ്സ് ആയിരുന്നു ഇന്ത്യയുടേത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. മികച്ച നമുക്ക് എന്നും ഓർത്തിരിക്കാനാവുന്ന ഒരു ടൂർ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.